ഇംഗ്ലണ്ടിനെതിരായ മൂന്നാം ടി20യിൽ ഇംഗ്ലണ്ട് ഇന്ത്യയെ 26 റൺസിന് പരാജയപ്പെടുത്തി. ഇംഗ്ലണ്ട് ഉയർത്തിയ 172 എന്ന വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യക്ക് 9 വിക്കറ്റ് നഷ്ടത്തിൽ 145 റൺസ് എടുക്കാനേ ആയുള്ളൂ. ഇംഗ്ലണ്ട് പേസിന് മുന്നിൽ ഇന്ത്യ പതറുന്നതാണ് ഇന്ന് കാണാൻ ആയത്. വിജയത്തോടെ പരമ്പര 2-1 എന്ന നിലയിലാണ്. 3 റൺസ് എടുത്ത് സഞ്ജു സാംസൺ ഇന്നും നിരാശപ്പെടുത്തി. 14 പന്തിൽ നിന്ന് 24 റൺസ് എടുത്ത അഭിഷേക് ശർമ്മയും 7 പന്തിൽ 14 എടുത്ത സൂര്യകുമാറും അറ്റാക്ക് ചെയ്തു തുടങ്ങിയെങ്കിലും വലിയ ഇന്നിംഗ്സ് പടുക്കാൻ ആയില്ല. 18 റൺസ് എടുത്ത തിലക് വർമ്മയും 6 റൺസ് എടുത്ത വാഷിംഗ്ടണും പിറകെ ഔട്ടായി. അവസാന 6 ഓവറിൽ ഇന്ത്യക്ക് ജയിക്കാൻ 82 റൺസ് വേണമായിരുന്നു. ഹാർദിക്കും അക്സറും ആയിരുന്നു അപ്പോൾ ക്രീസിൽ ഉണ്ടായിരുന്നത്. ഇരുവരും ബൗണ്ടറി കണ്ടെത്താൻ പ്രയാസപ്പെട്ടു. 4 ഓവറിൽ 64 വേണം എന്ന നിലയിലേക്ക് കളി എത്തി. ഇത് 3 ഓവറിൽ 50 ആയി മാറി. അടുത്ത ഓവറിൽ ഇന്ത്യക്ക് അക്സർ പട്ടേലിനെ നഷ്ടമായി. അക്സർ 16 പന്തിൽ നിന്ന് 15 റൺസ് ആണ് എടുത്തത്. പിന്നാലെ ഹാർദിക്കിനെയും നഷ്ടമായി. ഹാർദിക് 35 പന്തിൽ നിന്ന് 40 റൺസ് ആണ് എടുത്തത്. ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 171 റൺസ് ആണ് എടുത്തത്. ഇന്ത്യക്കായി വരുൺ ചക്രവർത്തി 5 വിക്കറ്റുമായി തിളങ്ങി. 28 പന്തിൽ നിന്ന് 51 റൺസ് ആണ്. ഡക്കറ്റ് ആണ് ഇംഗ്ലണ്ടിന്റെ ടോപ്പ് സ്കോറർ. 24 പന്തിൽ 43 റൺസ് എടുത്ത ലിവിങ്സ്റ്റോൺ ഒരു വശത്ത് പൊരുതി ഇംഗ്ലണ്ടിനെ മാന്യമായ സ്കോറിൽ എത്തിച്ചു. 4ാം ടി20 വെള്ളിയാഴ്ച പൂനെയിൽ നടക്കും.